ചെയ്തത്. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാക്കുകളൊന്ന് കേൾക്കാം. അപ്പൊ അതല്ല, സാധാരണ തന്നെ സുധാകരനെ പോലെ നേതാവ് ഈ UDF ടീം എന്നൊരു കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെയായിരിക്കും പൂർണ്ണ പിന്തുണ. ഒരു ടീം ആവുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, ടീം ആവണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഏകൻ ചെയ്യുന്നതിന് കണക്കില്ലേ, എല്ലാത്തിനും ഒരു പരിമിതിയില്ലേ. നമ്മൾ എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ച് ചർച്ച നടത്തി എല്ലാവരുടെയും പിന്തുണയോടുകൂടി അല്ലാതെ പാർട്ടി കൊണ്ടു മുടക്കാൻ പറ്റുമോ? ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെ കൊണ്ടുപോകുന്നത്? എല്ലാ ആളുകളെയും പിന്തുണ വേണ്ടേ? എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാക്കണം. അത് നിർത്തിക്കൊണ്ടു പോവുക എന്നത് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അതിൻ്റെ കഴിവും പ്രാപ്തിയുമുണ്ട്. അവരെ ഏറ്റെടുത്തിട്ടുണ്ട്, അവരെ നടത്തിക്കോളും. ഒന്ന് ചെവിയിൽ ചെപ്പിയിട്ടെ. എനിക്കെന്ത് സംതൃപ്തി കുറവ്? എനക്കൊരു സംതൃപ്തി കുറവില്ലല്ലോ. നിങ്ങളെന്താ? എനിക്ക് നല്ല സംതൃപ്തിയാണ്. നല്ല ഭക്ഷണം കഴിച്ചത്. നല്ല ഭക്ഷണം. ഇല്ല, നിർദ്ദേശമൊന്നും വെച്ചിട്ടില്ല. ചർച്ച ചെയ്യണമെന്ന് മാത്രം ഞാനൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് തീരുമാനം എടുക്കുള്ളൂ. നിശ്ചയമായും കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അർഹമായ സ്ഥലം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അത് പരിഗണിക്കും, ഉറപ്പായിട്ടും പരിഗണിക്കും. ഓ എന്റെ ഈശ്വര, കുറച്ച് ചെവിയിലെന്തും കിട്ടട്ടെ. ഞാൻ ആർക്കു വേണ്ടിയും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്നും പാർട്ടിയോടൊപ്പം ഉണ്ടെന്ന് എന്റെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു ഗ്രൂപ്പൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഇപ്പം കോൺഗ്രസ് പോകുന്നത്. എല്ലാ ആളുകളും ഉത്തരവാദിപ്പെട്ട ആളുകളാണ്. എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടേ നമ്മൾ പോകുള്ളൂ. കേട്ടോ, എല്ലാരെയും ഉൾക്കൊണ്ടുകൊണ്ടുപോകും. ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് എന്ത് ഗ്രൂപ്പ്? ഏതാ ഗ്രൂപ്പ്? നിങ്ങൾ പറഞ്ഞാട്ടെ. കെ സുധാകരൻ ഗ്രൂപ്പ് ഉണ്ടാ? രമേശൻ ഗ്രൂപ്പ് ഉണ്ടാ? വേണു ഗ്രൂപ്പ് ഉണ്ടാ? ഇല്ലല്ലോ. നിർദ്ദേശങ്ങൾ പറയുമായിരിക്കും. ആ നിർദ്ദേശങ്ങൾ ആരും പറയും. ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഡൽഹിയിൽ. പക്ഷേ ദിലീപ്, സുധാകരൻ പറയുന്നത് അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതെ, അങ്ങനെയല്ല. മാത്രമല്ല അസിതയ്ക്ക് അറിയാമല്ലോ, അതായത് നേരത്തെ ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച MP കൂടിയാണ് കെ സുധാകരൻ. അതിൽ VD സതീശൻ ഒരു നിലപാടെടുത്തിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, കെ സുധാകരനുണ്ടായിരുന്നത്. പക്ഷേ ഈ കെ സുധാകരന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല. VD സതീശന്റെ ഉറച്ച നിലപാടിനെ തുടർന്ന് MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിലേക്ക് എത്തുകയും അക്കാര്യം പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതെ, ഈ മുന്നുള്ള ഈ നിലയിൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ MLA-മാരുടെ പിന്തുണയല്ലേ അതിന് ആധാരമെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. എന്താണ് സംശയമെന്ന് ചോദിച്ച ആളാണ് കെ സുധാകരൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഒരു യോഗമൊക്കെ വിളിക്കാൻ അത്തരമുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ KC വേണുഗോപാലിനെ അനുകൂലിച്ച് നിന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ആ പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹം അത് ഉൾക്കൊള്ളുന്ന നിലയിൽ തന്നെ, അംഗീകരിക്കുന്ന നിലയിൽ തന്നെ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.